The Real FM 103.6. ശ്രദ്ധ. പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് ഏറെ സൗകര്യപ്രദമാകുന്ന മൊബൈൽ പാസ്പോർട്ട് വാനിന്റെ പ്രവർത്തനത്തിന് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മൊബൈൽ വാൻ ഇന്നലെ പ്രവർത്തനം തുടങ്ങി. ഇന്നുകൂടി അവിടെ ക്യാമ്പ് ചെയ്ത് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ പാസ്പോർട്ടുകൾ നൽകും. ഇന്നലെ ഏകദേശം 45ഓളം പേർക്ക് പുതിയ പാസ്പോർട്ട് വിതരണം ചെയ്തു. പാസ്പോർട്ട് സേവനങ്ങളിലേക്കുള്ള പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെ നടത്തുന്ന പദ്ധതി കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പരിധിയിലുള്ള ജില്ലകളിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, അസുഖബാധിതർ തുടങ്ങിയവർക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും ഈ പദ്ധതി. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ കെ അരുൺ മോഹൻ ശ്രദ്ധയോട്. ഈ ഇനീഷ്യേറ്റീവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് പാസ്പോർട്ട് സേവനങ്ങൾ അവരുടെ പടിക്കലെത്താണ്. ഇപ്പോ പാസ്പോർട്ട് സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സാധാരണ അപ്ലിക്കൻസിന് പാസ്പോർട്ട് സേവാ കേന്ദ്രം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോട്ട് പോകേണ്ടി വരും. ചില ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വയനാട് ജില്ലയ്ക്കുള്ള ആളുകൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം തൊട്ടടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോട്ടോ അല്ലെങ്കിൽ POPSലോട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം ഈ പാസ്പോർട്ട് മൊബൈൽ വാനിന്റെ ഒരു സർവീസ് അവരുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പൊതുജനങ്ങൾക്ക് നമ്മളുടെ MEAയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് പാസ്പോർട്ട് www.passportindia.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൊക്കാലിറ്റിയിൽ അടുത്ത് ഈ പാസ്പോർട്ട് മൊബൈൽ വാൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. അത് പ്രകാരം അവർക്ക് അപേക്ഷ ഈ മൊബൈൽ വാനിന്റെ ഇതിൽ കൊടുക്കാൻ പറ്റും. അത് കുറച്ചുകൂടി ആക്സസിബിൾ ആയിരിക്കും. ട്രാവലിംഗ് ടൈം അപ്ലിക്കൻസിന്റെ വളരെയധികം റെഡ്യൂസ് ചെയ്യും. പ്രത്യേകിച്ച് പ്രായമായ അപ്ലിക്കൻസ്, പിന്നെ അതുപോലെ മൈനർ ആയിട്ടുള്ള അപ്ലിക്കൻസ്, ഭിന്നശേഷിക്കാര്, അങ്ങനെയുള്ള അപ്ലിക്കൻസിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോ മൊബൈൽ പാസ്പോർട്ട് വാനിന്റെ ആദ്യമായിട്ട് അതിന്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചത് ഇന്നലെയാണ്. അത് ആരംഭിച്ചത് അത് വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ, അതായത് കഴിഞ്ഞ ഉരുൾപൊട്ടല് ദുരിതം അനുഭവിച്ച ആ മേഖലയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നും അവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 100 അപ്ലിക്കൻസിന്റെ അടുത്ത് അവിടെ ഈ ഒരു വാനിന്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ അവർക്ക് പറ്റും. ഇന്നലെ ഏതാണ്ട് ഒരു 45ഓളം അപ്ലിക്കൻസിന് നമുക്ക് പാസ്പോർട്ട് സേവനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നും അത്ര തന്നെ നമ്മൾ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കോഴിക്കോട് RPOയുടെ കീഴിലുള്ള ജില്ലകളിൽ റിമോട്ട് ഏരിയാസിലോട്ട് നമ്മൾ ഇതിന്റെ സേവനം കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ പാസ്പോർട്ട് നൽകാൻ ഇത്രയും പെട്ടെന്ന് സാധിക്കുന്നു എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്ട് പോകണം. അത് ഒഴിവാക്കുന്നതിനായി തുടർന്നും മൊബൈൽ പാസ്പോർട്ട് വാൻ വയനാട്ടിലുണ്ടാകണം എന്നാവശ്യപ്പെടുന്നു മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജു ഹജമാടി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരമല പ്രദേശങ്ങളുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രസ്തുത മേഖലയിൽ താമസിക്കുന്ന ആളുകളെ അടിസ്ഥാന രേഖകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ തുടങ്ങിയ രേഖകളൊക്കെ പ്രത്യേക ക്യാമ്പയിൻ നടത്തിയിട്ട് അത് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പലരുടെയും പാസ്പോർട്ട് നഷ്ടമായിട്ടുണ്ട്. ആ പാസ്പോർട്ട് നഷ്ടമായ ആളുകൾക്ക് ഇപ്പോൾ പാടിയിൽ പ്രത്യേക ക്യാമ്പ് നടത്തി ഏകദേശം 93ഓളം ആളുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നതിനുള്ള പരിപാടി ഇന്നലെയും ഇന്നുമായിട്ട് നടന്നു വരികയാണ്. ഇന്നലെ നടന്ന ക്യാമ്പിൽ ഏകദേശം 47 ആളുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 40 കൂടുതൽ ആളുകൾക്ക് പാസ്പോർട്ടിന്റെ രേഖകൾ ശരിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ ഇതൊരു പ്രത്യേക ഡ്രൈവാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഈ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പാസ്പോർട്ട് സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നത് അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവർ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി അതിൽ ഒരുപാട് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പോലെ ഡിലേ വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ 2 ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് ഇത് ഒരു സ്ഥിരമായ ഒരു സംവിധാനം ഈ മേപ്പാടി ഭാഗത്ത് ഏർപ്പെടുത്തണമെന്നാണ്. അത് വയനാട്ടിലെ ആളുകൾക്ക് ഒരുപാട് മേപ്പാടിയിൽ മാത്രമല്ല അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അതെല്ലാവർക്കും അത് ഉപകാരപ്രദമാകും.
വെള്ളിയാഴ്ച പുലർച്ചെ തൃശൂർ നഗരത്തിൽ 3 ATMകൾ കുത്തിത്തുറന്ന് കൊള്ള നടത്തിയ സംഘത്തെ അതിസാഹസികമായാണ് തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് പോലീസ് പിടികൂടിയത്. ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെടുകയുമുണ്ടായി. ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് നാടിനെ ഞെട്ടിച്ച ഈ കൊള്ള നടത്തിയത് എന്നാണ് അറിയുന്നത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ATMകളുടെ പ്രവർത്തനത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും കുറിച്ച് ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീനാഥ് ഇന്ദുചൂടൻ സംസാരിക്കുന്നു. തൃശ്ശൂരിലെ ATM കവർച്ച, അതിനുശേഷം കവർച്ചാ സംഘം നാടകീയമായ രംഗങ്ങളിലൂടെ നാമക്കലിൽ വെച്ച് പിടിയിലാവുകയും കൊള്ളസങ്കേതത്തിലെ ഒരു വ്യക്തി കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളെല്ലാം നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാങ്കിംഗ് വശം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ 9800 പരം ATMകൾ ഉണ്ടെന്നാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ 6000 പരം ATMകൾ പൊതുമേഖലാ ബാങ്കുകളുടെ 3400ഓളം സ്വകാര്യ ബാങ്കുകളുടെ ATMാണുള്ളത്. ബാക്കി കുറച്ച് ചുരുക്കം ATMകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന പട്ടികയിൽപ്പെടുന്ന ചെറുകിട ബാങ്കുകളുടെ ATMകളും കേരളത്തിലുണ്ട്. ATMലെ സെക്യൂരിറ്റി സംവിധാനം നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ ATMകളിലെല്ലാം വളരെ സുരക്ഷിതമായ സെക്യൂരിറ്റി സംവിധാനമാണ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. ചില ATMകളിൽ സെക്യൂരിറ്റികളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ATMകളിലും കേന്ദ്രീകൃതമായ CCTV സംവിധാനത്തിലൂടെ 24 മണിക്കൂറും കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ATMകളിലെല്ലാം ബാങ്കുകൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡപ്രകാരവും ചട്ടങ്ങൾക്കുമൊക്കെ വിധേയമായാണ് ബാങ്കുകൾ ATMകൾ സ്ഥാപിക്കുന്നതും അത് പ്രവർത്തിപ്പിക്കുന്നതും. ഇനി ഇതിൻ്റെ ക്യാഷ് റിപ്ലനിഷ്മെൻറ്റ്, ഇതിൽ ക്യാഷ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ ബാങ്കുകളിൽ 2 വിധത്തിലുള്ള ATMകളാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഒന്ന് ഓഫ് സൈറ്റ് ATM, പിന്നെ ഓൺ സൈറ്റ് ATM. ഈ ഓൺ സൈറ്റ് ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ശാഖയുണ്ടാകും. ആ ശാഖയോടടുത്ത് തന്നെ ഒരു ATM സ്ഥാപിക്കുകയും ആ ATMൻ്റെ മെയിൻ്റനൻസും പ്രവർത്തനവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ശാഖയിലെ ജീവനക്കാരായിരിക്കും. അത് പൂർണ്ണമായും ബാങ്ക് നിയന്ത്രണത്തിലുള്ള ATMകളാണ്. അതിൽ ATM മെഷീനും ആ ATM മെഷീൻ്റെ സർവീസും മാത്രമാണ് വെണ്ടർ ചെയ്യുന്നത്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിലൂടെ അതിലെ ക്യാഷ് നിറയ്ക്കുന്നതും ക്യാഷിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റീകൺസൈൽ ചെയ്യുന്നതും എല്ലാം ആ ശാഖയിലുള്ള സ്ഥിരം ജീവനക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സ്വകാര്യ വെണ്ടർമാർ അല്ലെങ്കിൽ ക്യാഷ് റിപ്ലനിഷ്മെൻറ്റ് ഏജൻസീസ് എന്നൊക്കെ പറയുന്നവരുടെ റോളില്ല. എന്നാൽ ഓഫ് സൈറ്റ് ATMകളിൽ പല സമയങ്ങളിലും സ്വകാര്യ വെണ്ടർമാർ, തേർഡ് പാർട്ടി ഏജൻറ്റ്സ് ആണ് ക്യാഷ് നിറയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല സുരക്ഷാ പ്രശ്നങ്ങളും പല സമയങ്ങളിലും ബാങ്കുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസും എല്ലാം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. കാരണം പല സ്ഥലങ്ങളിലും പല ഫ്രോഡുകളും നടക്കുമ്പോൾ കൊള്ള സങ്കേതത്തിൽപ്പെട്ടവർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഈ ആസൂത്രണത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന ഈ സ്വകാര്യ ഏജൻസികളുടെ തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂരിലെ വിഷയം പോലീസ് പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ക്യാഷ് റിപ്ലനിഷ്മെൻറ്റ് ഏജൻസിയിലെ ആരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ച് വരുന്ന വിഷയമാണ്. ഈ ATM മെയിൻറ്റെയിൻ ചെയ്യുന്നു, മെയിൻ്റനൻസിലാണ് എന്നുള്ള വ്യാജേന അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATMൽ പണം നിറയ്ക്കുന്ന സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് പരിശീലനം ലഭിച്ച കള്ളന്മാരുടെ ഒരു സംഘമാണ്, ഹരിയാനയിലെ ന്യൂഹ് എന്ന ജില്ലയിൽ പെടുന്ന ഒരു സംഘമാണ് കവർച്ച നടത്തിയെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. എല്ലാ ATM കവർച്ചകളിലും ചെന്ന് നിൽക്കുന്നത് ഹരിയാനയിലെ ന്യൂഹ് എന്ന ജില്ലയിലാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. അവിടെ ഈ കൊള്ള സങ്കേതങ്ങൾ പ്രത്യേകമായി പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ള സങ്കേതങ്ങളാണ്. അതായത് അവിടെ പഴയ ATM മെഷീനുകൾ വാങ്ങി അവരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിൽ ഉടനീളമുള്ള പല ATMകളിലും കവർച്ച നടത്തി കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത് അവിടെ. അപ്പോൾ ഈ ATM മെയിൻ്റനൻസ് ബോർഡ് ഉപയോഗിച്ച് ATM ഷട്ടർ ക്ലോസ് ചെയ്ത് ആളുകൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. ATMൽ പണം നിറയ്ക്കുന്നത് കാസറ്റുകളിലാണ്. അപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ATMൽ പണം നിറയ്ക്കുന്ന ആ ലോക്കർ, ആ ഭാഗം, ഇരുമ്പ് കവചം കൃത്യമായി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയും അതിലെ കാസറ്റുകളുമായി കവർച്ചാ സംഘം കടന്നു കളയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സമയം ഒരു ATMൽ 40 ലക്ഷം മുതൽ 60-70 ലക്ഷം വരെ ക്യാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് ഡിനോമിനേഷനിലുള്ള നോട്ടാണ് അതിൽ കൂടുതൽ നിറയ്ക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ ATMൽ മൊത്തമുള്ള തുക. അപ്പോൾ കൃത്യമായി നിറയ്ക്കുന്ന ATMകൾ കണ്ടുപിടിച്ച് അതിൽ പണമുണ്ടെന്ന് ഉറപ്പാക്കി കൃത്യമായി ആസൂത്രണം ചെയ്ത ശേഷമാണ് കവർച്ചാ സംഘം ഈ കളവ് നടത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാലും ഇതൊരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാണ്. കേരളത്തിലെ ATMകളിലുള്ള സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ATMകളിലുള്ള സുരക്ഷാ സംവിധാനം ഇനിയും മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കവർച്ചാ ശ്രമമുണ്ടായാൽ അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യമായി വിവരങ്ങൾ അറിയിക്കുന്ന സംവിധാനം രൂപപ്പെടുത്തുക, സമയം വൈകാതെ
പെട്ടെന്ന് തന്നെ പോലീസിന് ഇടപെടൽ നടത്താൻ പറ്റുന്ന നിലയിലുള്ള കൃത്യമായ ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുകയും ഇത് കൃത്യമായി ഈ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യകതയാണ്. ഇതുപോലെ മറ്റ് പല രീതിയിലും ATM സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ നമുക്ക് പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കുമൊന്നും ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു രീതിയിലല്ല ഈ കവർച്ച ആസൂത്രണം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണമല്ല പോയിരിക്കുന്നതെന്നുള്ളത് ഇവിടെ ഈ കാര്യത്തിൽ ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുമായി നമ്മുടെ ATMകൾ കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിലയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് C. മനോജ്. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.